ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു ഇൻഡോർ പ്ലാന്റിനെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇൻഡോർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ആദ്യം ഓടിയെത്തുന്ന കാര്യം ഈ ഇലച്ചെടികളാണ്. ഇൻഡോർ പ്ലാന്റായിട്ട് വെക്കാൻ പറ്റിയ ചെടികൾ ഇലച്ചെടികളാണെന്ന് പുതിയൊരു ധാരണ ഉണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഇലച്ചെടിയല്ല, നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. നിറച്ച് പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബൊക്കെ പോലെ ഉണ്ടായിരിക്കും. അങ്ങനെ ബൊക്കെ പോലെ പൂക്കുന്ന ഒരു ഇൻഡോർ പ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ചെടി ആഫ്രിക്കൻ വയലറ്റ് ആണ്. ആഫ്രിക്കൻ വയലറ്റിനെ കുറിച്ച് നമ്മൾ മുൻപേയും 1-2 വീഡിയോകൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആഫ്രിക്കൻ വയലറ്റ് എന്ന് കേൾക്കുമ്പോൾ ഈ വയലറ്റ് നിറം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കാതെ, ആഫ്രിക്കൻ വയലറ്റ് പേരിൽ മാത്രമേ വയലറ്റ് ഉള്ളൂ. ഇതിൽ വേറെ ഒരുപാട് നിറങ്ങളിൽ ഈ ചെടി വരുന്നുണ്ട്. പല നിറങ്ങളിലും മിക്സ്ഡ് കളറൊക്കെ ആയിട്ട്, മൾട്ടി കളറായിട്ടും സിംഗിൾ കളറായിട്ടൊക്കെ ഈ ഒരു പ്ലാന്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടി പൂത്ത് തുടങ്ങി കഴിഞ്ഞാൽ നിറച്ച് പൂക്കൾ ഉണ്ടായിട്ട് ഒരു ഉണ്ടയായിട്ട്, ആ ഒരു പൂക്കൾ കാണാൻ ഭയങ്കര രസമാണ്, ഉണ്ടയായിട്ടുണ്ടാകും. പൂത്ത് കഴിഞ്ഞാൽ ജെറേനിയത്തിൻ്റെ ഒക്കെ ഒരു ലുക്കാണ്. അങ്ങനെ പൂക്കുന്ന ഒരു ചെടിയാണിത്. ഇതൊരു സീസണൽ പ്ലാന്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കാലം നമുക്ക് ഈ ചെടി പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് പറയുമ്പം വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് അല്ല. എന്നാൽ നമുക്ക് കുറച്ചൊരു ശ്രദ്ധയും കരുതലും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതിയിൽ വളർത്തിയിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. കുറച്ച് കെയർ മറ്റെല്ലാ ചെടികളെക്കാളും കൂടുതൽ ഈ ഒരു ചെടിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞു, വളരെ ഉയരം പോകാതെ മണ്ണിനോട് പതിഞ്ഞ്, നമ്മുടെ ചട്ടിയോട് പതിഞ്ഞ് കിടന്ന് വളരുന്ന ഒരു ചെടിയാണ് ആഫ്രിക്കൻ വയലറ്റ്. മറ്റ് ചെടികളെ പോലെ അധികം വെയിൽ ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ്. നമുക്ക് വീടിനകത്തും വീടിന് പുറത്തും വെയിലില്ലാത്ത ഭാഗങ്ങളിൽ വെക്കാൻ പറ്റും. ചെറിയൊരു വെളിച്ചം മാത്രം തട്ടിക്കഴിഞ്ഞാൽ മതി ഈ ഒരു ചെടിക്ക് നന്നായിട്ട് വളരാൻ. ചെറിയ ഒരു വെളിച്ചം എന്ന് പറയുമ്പോൾ നമ്മൾ ജനലിൻ്റെ ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെടിയിൽ പൂക്കളുണ്ടാവും. പിന്നെ ഒരു പ്ലാന്റ് നമുക്ക് വീടിൻ്റെ പുറത്ത് വെക്കാം. വീടിൻ്റെ പുറത്ത് വെക്കുമ്പോൾ ഡയറക്റ്റ് വെയിൽ തട്ടാത്ത ഭാഗങ്ങളാണ് ഈ പ്ലാന്റ് വെക്കേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് വെയിൽ തട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അങ്ങനെ ഒരു പ്രശ്നം കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വെയിൽ തട്ടാത്ത ഭാഗങ്ങൾ വളർത്താൻ പറ്റിയ നല്ല പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആഫ്രിക്കൻ വയലറ്റ് നഴ്സറിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് റീപോർട്ടിങ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വേരുകളൊന്നും പൊട്ടാതെ നമ്മളെടുത്ത് മാറ്റി വെക്കുക എന്നാണ്. നമ്മൾ ഈ ചെടികളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ധൃതിയൊക്കെ കാണിച്ച് കുറച്ചൊക്കെ ഒന്ന് സ്പീഡാക്കിയിട്ട് നമ്മൾ ഈ ചെടിയുടെ മണ്ണ് നീക്കം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ചെടിയുടെ വേരൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ ചെടി നശിച്ചു പോകാനൊരു ചാൻസ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാറ്റി നടുന്ന പോട്ടി മിക്സ് നന്നായിട്ട് നീർവാർച്ചയുള്ളൊരു പോട്ടി മിക്സ് കൂടിയായിരിക്കണം. നീർവാർച്ച കുറഞ്ഞ മണ്ണിൽ ഒരിക്കലും ഈ ഒരു പ്ലാന്റ് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് അല്ലെങ്കിൽ പോട്ടി മിക്സ് ആണെന്ന് നമ്മൾ എന്തായാലും ഉറപ്പുവരുത്തണം. അല്പം മണ്ണും അല്പം ചകിരിച്ചോറും അല്പം ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ട് നല്ല നീർവാർച്ചയുള്ളൊരു പോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ട് അതിന് നമുക്ക് മാറ്റി നടാം. അപ്പോൾ മാറ്റി നട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്നും ഈ ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്നും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ പോട്ടി മിക്സൊക്കെ ഒരുപാട് നനച്ച് ഒരുപാട് വെള്ളം കെട്ടിക്കിടക്കുന്ന രീതിയിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ചെടി ചീഞ്ഞു പോകുന്നുള്ള കാര്യം യാതൊരു സംശയം വേണ്ട. കാരണം ഈ ഒരു ചെടിക്ക് അധികം വെള്ളം ഓവറായി കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ 4-5 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നനച്ചു കൊടുത്താൽ മതി. വീടിന് പുറത്ത് കുറച്ചൊരു കാറ്റും വെളിച്ചമൊക്കെ ഉള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിൽ 3 ദിവസമൊക്കെ ഇടവിട്ട് നനച്ചു കൊടുത്താൽ മതി. അപ്പം അധികം നനവ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇലകളിൽ തന്നെ ഒരുപാട് വെള്ളം സംഭരിച്ച് വെക്കാനുള്ള ശേഷി ഈ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അധികം വെള്ളം ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളുടെ തണ്ടൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഒരു പ്രശ്നം കാണാറുണ്ട്. പിന്നെ ഈ പ്ലാന്റ് നമ്മൾ വല്ലാതെ ശ്രദ്ധ കൊടുക്കാതെ മാറ്റി വെച്ചാലുള്ള പ്രധാന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഫംഗൽ അറ്റാക്കുകളുടെ ഒരു പ്രശ്നം വരും. അതായത് ഫംഗൽ അറ്റാക്കുകൾ വന്നു കഴിഞ്ഞാൽ ചെടി മൊത്തമായിട്ട് അഴുകി പോവുക, അല്ലെങ്കിൽ ഇലകൾ മാത്രമായിട്ട് തണ്ടുകളുടെ ആ ഭാഗം അഴുകി പോകുന്ന പ്രശ്നം പലപ്പോഴും കാണാറുണ്ട്. ഫംഗൽ ബാധകൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അല്പം കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിന് വരുന്ന മറ്റൊരു പ്രശ്നമാണ് ഇലപ്പേനുകൾ. ഇതിൻ്റെ ഇലകൾക്കടിയിൽ ഇരുന്നിട്ട് നീരൂറ്റി കുടിച്ച് ഇലകൾ വികൃതമാക്കി മാറ്റാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 കാര്യങ്ങൾ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ട് അതിന് വേണ്ട മരുന്നുകളെല്ലാം തളിച്ചു കൊടുക്കണം. ഫംഗിസൈഡ് നമ്മൾ എന്തായാലും ഈ ഒരു പ്ലാന്റ് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഫംഗിസൈഡ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ പ്ലാന്റ് സർവൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. 15 ദിവസം കൂടുമ്പോൾ ഫംഗിസൈഡ്, സാഫോ, ബേവസ്റ്റിനോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് കലക്കിയിട്ട് ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക, ചെടിയിലും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ പ്ലാന്റ് അഴുകാതെ കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ ഒരു പ്ലാന്റ് പൂത്തിട്ടില്ലെങ്കിലും കാണാൻ ഭയങ്കര ഭംഗി. ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുന്ന സമയങ്ങളിൽ ചെടിയിൽ പൂക്കളില്ലെങ്കിലും നമുക്ക് വീടിനകത്ത് ബെഡ്റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാലും കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ പൂക്കളില്ലെങ്കിലും കാണാൻ ഭംഗിയുള്ള, എന്നാൽ പൂക്കൾ വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ ഭംഗി തോന്നിക്കുന്ന ഒരു ചെടിയാണിത്.
അപ്പോൾ ആഫ്രിക്കൻ വയലറ്റ് എല്ലാ നഴ്സറികളിലും കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് കുറവാണ്. എന്നാലും നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു നഴ്സറിയിൽ ഇല്ലെങ്കിൽ മറ്റൊരു നഴ്സറിയിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ 5 നഴ്സറികളിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു 2 നഴ്സറികളിൽ എന്തായാലും ഈ ഒരു പ്ലാന്റ് കിട്ടും. അപ്പം നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഫ്രിക്കൻ വയലറ്റ്സ് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ആഫ്രിക്കൻ വയലറ്റ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പോട്ടി മിക്സിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫംഗിസൈഡ് കൊടുക്കുന്ന കാര്യത്തിലും അല്പം ശ്രദ്ധ കാണിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പ്ലാന്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷനും കാര്യങ്ങളെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരിക്കും. പലർക്കും ഇത് ഓൾറെഡി അറിയാമായിരിക്കും ഇത് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാന്ന്. ഇതിൻ്റെ ഇലകൾ നട്ടിട്ടാണ് ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക. അതായത് ഇതിൻ്റെ ഇലകൾ മുറിച്ചിട്ട് നമ്മൾ മാറ്റി നട്ട് കഴിഞ്ഞാൽ ഇലയുടെ മുറി ഭാഗത്ത് നിന്ന് പുതിയ തൈകൾ പൊട്ടിമുളച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷനും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമുക്ക് ഒരുപാട് തൈകൾ ഇതിൽ നിന്ന് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഈ ചെടിയിൽ നിന്ന് അടിയിൽ നിന്ന് ചെനപ്പുകൾ പൊട്ടി മുളച്ചുണ്ടായിട്ട് ആ ചെനപ്പുകൾ മാറ്റി നട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ചെനപ്പുകൾ മാറ്റി നടുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഇതിൻ്റെ ഇലകൾ മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സേഫാണ്. നമ്മുടെ ചെടി ചെനപ്പുകൾ എടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ മൂത്ത ഇലകളൊക്കെ മുറിച്ച് നടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സേഫാണ്. നമ്മുടെ മദർ പ്ലാന്റ് നശിച്ചു പോകാതിരിക്കാൻ അത് ഒരുപാട് സഹായിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. പക്ഷേ ഇതിൻ്റെ ഗ്രോത്ത് അല്പം സ്ലോ ആണ്. മറ്റെല്ലാ ചെടികളും പോലെ വളരെ പെട്ടെന്ന് വളർന്ന് വലിയ ചെടിയായിട്ട് മാറുന്നൊരു പ്ലാന്റ് അല്ല. വളരെ സ്ലോ ആയിട്ട് കുറച്ച് സമയം എടുത്തിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള വളർച്ച കുറവൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു ചെടി നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഇതിന് വളർച്ചയില്ലല്ലോ, തീരെ വളരുന്നില്ല, വളമെല്ലാം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു പ്ലാന്റിൻ്റെ സ്വഭാവം അതാണ്. വളരെ സ്ലോ ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ വളർച്ച വളരെ സ്ലോ ആയിട്ട് കാണിക്കുന്നത്. നമ്മളിതിൻ്റെ ഒരു തൈ വാങ്ങിച്ചുകൊണ്ട് നട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് വളർന്നെന്ന് തോന്നിക്കുന്ന ഒരു രീതിയിലേക്ക് മാറണമെങ്കിൽ ഏകദേശം 3 മാസത്തോളം എടുക്കും. അപ്പോൾ അങ്ങനെ വളരെ സ്ലോ ആയിട്ട് വളരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ NPK വളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം നമ്മൾ പറയാറുണ്ട് നമ്മൾ NPK എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ വിശദമായിട്ട് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലൊക്കെ ഒന്ന് ഉഷാറായിട്ട് ആ ഒരു സ്ലോ ഗ്രോത്ത് കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ആഫ്രിക്കൻ വയലറ്റ്സിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് NPK നമുക്ക് 18 അല്ലെങ്കിൽ 19 ഒക്കെ നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് NPKയുടെ അളവ് കൂടി പോകാൻ പാടില്ല. ഒരല്പം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടി പൂർണ്ണമായിട്ട് നശിച്ചു പോകാൻ വളരെയധികം ചാൻസ് ഉള്ളൊരു ചെടിയാണ്. അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. സോഫ്റ്റ് ഇലകളും സോഫ്റ്റ് തണ്ടുകളായിട്ടുള്ള പ്ലാന്റ് ആണ്. ചെറിയ എന്തെങ്കിലും ബേണിങ്സ് വന്നു കഴിഞ്ഞാൽ തന്നെ ആ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. ചാണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അല്പം നന്നായിട്ട് പൊടിച്ച ശേഷം ഫൈനായിട്ട് പൊടിച്ച ശേഷം ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാലും നന്നായിട്ട് ഈ പ്ലാന്റ് വളരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് പൂക്കളുണ്ടാവും. അപ്പോൾ നമുക്ക് ജൈവവളങ്ങളായിട്ടുള്ള ചാണകപ്പൊടിയും അതുപോലെ തന്നെ കമ്പോസ്റ്റും നമുക്ക് വെർമി കമ്പോസ്റ്റും നമുക്ക് അല്പം വളരെ കുറഞ്ഞ അളവിൽ ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ NPK നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം സ്പ്രേയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു ആഫ്രിക്കൻ വയലറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ചെടിയാക്കി ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ബൊക്കെ പോലെ നമുക്ക് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റും. നമ്മളിതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഇടയിൽ നല്ല ഭംഗി തോന്നിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിക്കുന്ന ഒരു പ്ലാന്റ് ആയിട്ട് ഈ ഒരു ആഫ്രിക്കൻ വയലറ്റ് മാറും. ഇന്നത്തെ വീഡിയോയിൽ ആഫ്രിക്കൻ വയലറ്റ്സിനെ കുറിച്ചാണ് പറയേണ്ടത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ചെടിയായിട്ട് കാണുന്നവരെ ഹാപ്പി ഗാർഡനിങ്.